മോളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ ഗിരിജേട്ടത്തിക്കിപ്പോൾ ഓട്ടോക്കാരൻ ഷംസൂനെ കാത്തിരിക്കണ്ട. എവിടെ വേണേലും കൊണ്ടുവിടാൻ റോബോകുമാർ ഓട്ടോയുമായി റെഡിയാണ്. തെങ്ങ് കയറി തേങ്ങയിടുന്ന സുബ്രൻ ചേട്ടന് ഒരു കൊച്ചു കുരങ്ങൻ റോബോട്ടിനെ ജോലിക്ക് വെക്കാൻ പറ്റി. കാലം 2050 ആയപ്പോഴേക്കും നാടാകെ AI ലോകമായി. എന്തിനും ഏതിനും മനുഷ്യന്മാരോട് മത്സരിക്കാൻ ഇവന്മാർ ശ്രമിക്കുമെങ്കിലും ഇടയ്ക്ക് ടെക്നോളജി ഗംഭീര തോൽവിയാകുന്നതും കാണാം. കണ്ണൂരിലൊരു നാട്ടുംപുറത്ത് തെയ്യം നടന്നുകൊണ്ടിരിക്കെ ഓടി വന്ന് തീ കെടുത്തിയ ഫയർ ഫൈറ്റർ റോബോയെ നാട്ടുകാർ കൈകാര്യം ചെയ്തത് കഴിഞ്ഞ മാസമാണ്. കോഴിക്കോട്ടെ മുക്കത്ത് ആ നാട്ടിലെ പ്രധാന പയ്യൻസിൻ്റെ കല്യാണാലോചനയ്ക്ക് വന്ന പെണ്ണിൻ്റെ അമ്മാവനോട് പയ്യൻ്റെ രാത്രി സഞ്ചാരങ്ങളുടെ റൂട്ട് മാപ്പ് നൽകിയ റോബോ കുഞ്ഞനെയും അവൻ്റെ ഫ്രണ്ട്സ് അടിച്ച് 4 പീസാക്കി കളഞ്ഞു. സന്തോഷിക്കാനും സങ്കടപ്പെടാനും പ്രാർത്ഥിക്കാനും ഒന്നും ആകാത്ത ഈ യന്ത്രങ്ങൾക്ക് ആളുകളോട് അറിഞ്ഞ് പെരുമാറാൻ കഴിയില്ല എന്ന് ചുരുക്കം. ഇനി കലാരംഗത്തെ കാര്യമായാലും മനുഷ്യൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് സത്യം. സാഹിത്യമോ സിനിമയോ പരസ്യങ്ങളോ തയ്യാറാക്കുമ്പോൾ വെറുമൊരു ഉപകരണം മാത്രമാണ് ഈ നിർമ്മിത ബുദ്ധി. AI മെരുക്കിയെടുത്ത് പണിയെടുപ്പിക്കാനാണ് ഇന്ന് നാം പഠിക്കേണ്ടത്. ഇവോക്ക സ്കൂൾ ഓഫ് അഡ്വർടൈസിങ്ങിലെ കോഴ്സ് കാലങ്ങളായി വ്യത്യസ്തമാകുന്നതും പഠിച്ച എല്ലാവർക്കും ജോലി ലഭിക്കുന്നതും ഇതുകൊണ്ടാണ്. വരൂ, ഇവോക്കയിൽ അഡ്മിഷൻ എടുത്ത് നമുക്ക് AI കൊണ്ട് പണിയെടുപ്പിക്കാം.